അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്ക് സ്വന്തമാക്കിയാലോ? 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 299 എന്ന നിസ്സാരമായ പ്രൈസിലും. നോക്കാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. MCQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഫൈൻ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അണ്ടർ വിച്ച് മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ വൺ പേഴ്സൺ ഈസ് കമ്പയർഡ് വിത്ത് ഓൾ അതേഴ്സ് for the purpose of placing them in a simple order of work. ഇതിന്റെ ചോദ്യങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഗ്രേഡിംഗ്, പേഴ്സൺ ടു പേഴ്സൺ കമ്പാരിസൺ, റാങ്കിങ്, നൺ ഓഫ് ദ അബോവ് എന്നൊക്കെയാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റാങ്കിങ് ആണ്. ഓക്കെ, അപ്പോൾ അത് മുമ്പ് PSC ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ അത് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് കണ്ടു കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ്. അപ്പോൾ റാങ്കിങ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ? ഒരാളിനെ വെച്ചിട്ട് എന്താ പറയാ, പല ആൾക്കാരെ ഒരു എന്താ പറയുക, ഒരു ഗ്രേഡിങ് കൊടുക്കും. ഒരു റാങ്ക് അല്ലെങ്കിൽ ഒരു 5 point സ്കെയിലിൽ അവർക്കൊരു മാർക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവരെ വെച്ച് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് മെത്തേഡ് എംപ്ലോയീസ് ആർ റാങ്ക് ഫ്രം ബെസ്റ്റ് ടു വേസ്റ്റ് ഓർ ഫ്രം മോസ്റ്റ് എഫക്റ്റീവ് ടു ലീസ്റ്റ് എഫക്റ്റീവ് based on their overall performance, right? This method involves comparing each employee with every other employee and assigning ranks accordingly. The top performer is given the highest rank and the least performer is given the lowest rank. So based upon നമ്മളുടെ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ, ഓരോ റിക്വയർമെന്റ് ഉണ്ടാവും. മേ ബി ചിലപ്പോൾ ചില കമ്പനികൾ ഒരു പങ്ക്ച്വാലിറ്റി ആയിരിക്കും നോക്കുന്നത്, കറക്റ്റ് ടൈമിന് വരുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ എന്താ പറയാ അസൈൻ ചെയ്ത വർക്ക് കറക്റ്റ് ആയിട്ട് തീർക്കുന്നുണ്ടോ ഇല്ലേ. സോ അതെല്ലാം വെച്ചിട്ട് അവർക്ക് ഒരു മാർക്ക് കൊടുക്കും. ചില കമ്പനീസ് മേ ബി അവരുടെ ഔട്ട്പുട്ട് ആയിരിക്കും നോക്കുന്നത്. സോ ഒരു 24 hours ടൈം അല്ലെങ്കിൽ മേ ബി 8 hours വർക്ക് പെർ ഡേ ആണെന്നുണ്ടെങ്കിൽ ആ 8 hours അവരുടെ ഔട്ട്പുട്ട് എത്രത്തോളം ആണ് എന്ന് ഒരു എന്താ പറയാ ഒരു സ്കെയിൽ വെക്കും. ആ സ്കെയിൽ വെച്ച് അവർക്ക് ഓരോ റാങ്ക് കൊടുക്കും. സോ അതിനാണ് നമ്മൾ റാങ്കിങ് മെത്തേഡ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാൽ, on which of the following at the initial stage the Indian IT companies relying more for getting good IT professionals? നമ്മൾ മുമ്പ് പഠിച്ച സമയത്ത് നമ്മൾ കണ്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് വായിക്കാം. ജോബ് പോർട്ടൽസ്, പ്ലേസ്മെന്റ് ഏജൻസീസ്, ക്യാമ്പസ് പ്ലേസ്മെന്റ്, ഓൾ ഓഫ് ദ അബവ് എന്നൊക്കെയാണ്. അപ്പൊ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഇതിന്റെ ആൻസർ വരുന്നത് സി ആണ്, ദാറ്റ് ഈസ് ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം PSC കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സ്പ്ലനേഷൻ വായിച്ചാൽ, സ്ട്രാറ്റജി ദാറ്റ് കമ്പനീസ് യൂസ് ടു ഹയർ സ്റ്റുഡൻസ് ഫ്രം കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഫോർ എൻട്രി ലെവൽ ആൻഡ് ഇന്റേൺഷിപ്പ് പൊസിഷൻസ്. ഇറ്റ്സ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റിക്രൂട്ട്മെന്റ് മെത്തേഡ്സ് ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ഇമ്പോർട്ടന്റ് ടുഡേ. സോ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പറഞ്ഞ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത്. സോ അത് തന്നെയാണ്. നമുക്ക് ജോബ് പോർട്ടൽസ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്ലേസ്മെന്റ് ഏജൻസീസ് ഉണ്ട്. ബട്ട് ഇതിൻ്റെ അകത്ത് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറഞ്ഞ IT അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്ക് സ്വന്തമാക്കിയാലോ? 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 299 എന്ന നിസ്സാരമായ പ്രൈസിലും. പ്രൊഫഷണൽസിനെ ഇന്ത്യൻ IT കമ്പനീസ് റിക്രൂട്ട് ചെയ്യുന്ന മെയിൻ ആയിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴിയാണ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കാം. Now the third question, which one of the following is not the operative functions of human resource management? ഈ ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ 1-2 ചോദ്യങ്ങൾ ഞാൻ മുമ്പും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാറി മാറി ചോദിച്ചിട്ടുണ്ട് പലതവണ. നമ്മള് തിയറി പഠിച്ച സമയത്ത് എന്താ പറയാ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാനേജറിയൽ ഫംഗ്ഷൻ, ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ, അഡ്വൈസറി ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത്. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഇപ്പൊ മാനേജറിയൽ ഫംഗ്ഷൻ കീഴിൽ വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് ആണ്.
അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. കൺട്രോളിംഗ് ഇവിടെ ബിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. സോ ഇത് ജസ്റ്റ് ആ ഒരു സ്ലൈഡ് നമ്മൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന സ്ലൈഡ് ഞാൻ എടുത്തിട്ടിരിക്കുന്നേ ഉള്ളൂ. സോ അതിൽ മാനേജറിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ആണ്. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് വരുമ്പോൾ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, മെയിൻ്റനൻസ്, ഇന്റഗ്രേഷൻ ആൻഡ് സെപ്പറേഷൻ. സോ ഇനി എനിക്ക് തോന്നുന്ന ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് ഇതേ ഫംഗ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. പിന്നെ അഡ്വൈസറി ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ അഡ്വൈസ് ടു ടോപ്പ് മാനേജ്മെന്റ് ആൻഡ് അഡ്വൈസ് ടു ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആണ് അതിൽ വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ പേർപ്പസ് ഓഫ് ജോബ് ഇവാലുവേഷൻ എന്താണ്? ജോബ് ഇവാലുവേഷന്റെ മെയിൻ ആയിട്ടുള്ള പേർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് വരുന്ന ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, പ്രൊമോഷൻ, വേജ് ഡിറ്റർമിനേഷൻ ആൻഡ് ട്രാൻസ്ഫർ ടു ബെറ്റർ ജോബ്. അപ്പോൾ ജോബ് ഇവാലുവേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പേർപ്പസ് എന്ന് പറയുന്നത് വേജ് ഡിറ്റർമിനേഷൻ ആണെന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, so the purpose of job evaluation is to ensure that employees are paid fairly for their work. It's a systematic process that compares jobs to each other to determine their value and establish a pay structure. Job evaluation is a key function of human resource management. Okay, so അതിന്റെ ഉത്തരം വേജ് ഡിറ്റർമിനേഷൻ ആണെന്ന് ഓർത്തു വെക്കുക. Now, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ക്ലാസ് എടുത്ത സമയത്ത് നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് an amalgam of dash എന്നാണ്. So it's a mixture of എന്താണ് ഹ്യൂമൻ റിസോഴ്സ്, ഏതൊക്കെ കൂടിച്ചേരുമ്പോഴാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഉത്തരം വരുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ, പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണ് ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇതിൽ ഉള്ളത്. PSC അവരുടെ ആൻസറും അത് തന്നെയായിരുന്നു. ഓപ്ഷൻ സി ആണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. So, and that is a practice of managing and allocating employees to help an organization achieve its goals. It involves investing in employees, ensuring their safety and managing all aspects of staffing. Now, അടുത്ത ചോദ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ who is not associated with human resource management എന്നാണ്. ഇത് മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് രണ്ട് പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അതിൽ ആദ്യത്തെ മൂന്ന് പേരുകളും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി റിലേറ്റ് ചെയ്ത ആൾക്കാരാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്ക് സ്വന്തമാക്കിയാലോ? അതിനായി ടെക് PSC അവതരിപ്പിക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ സക്സസ് ബൂസ്റ്റർ പാക്കേജ്. 5000-ലധികം topic wise multiple choice questions with detailed explanation, full syllabus based capsule notes and other study materials, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിലും. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഹു ഇസ് നോട്ട് എന്നാണ്, നോട്ട് അസോസിയേറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധമില്ലാത്ത ആൾ ആരാണ് എന്നാണ്. അപ്പൊ ഇത് മൂന്നും ബന്ധം ഉള്ള ആൾക്കാരാണ്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, KK ഡേവിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ മൂന്ന് പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. മൈക്കിൾ ജെ ജൂഷ്യസ് ആൻഡ് ഡെയിൽ യോഡോർ ആൻഡ് എഡ്വോയിൻ ബി ഫ്ലിപ്പോ എന്ന് പറഞ്ഞ ഈ മൂന്ന് പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. മെറിറ്റ് റേറ്റിംഗ് ഇസ് നോട്ട് നോൺ ആസ്, മെറിറ്റ് റേറ്റിംഗ് ഇസ് നോട്ട്, ഇവിടെ നോട്ട് എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. മെറിറ്റ് റേറ്റിംഗ് ഇസ് നോട്ട് നോൺ ആസ്. അപ്പൊ മെറിറ്റ് റേറ്റിംഗിന്റെ വേറെ ചില പേരുകൾ ഏതൊക്കെയാണെന്ന് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എഫിഷ്യൻസി റേറ്റിംഗ്, സർവീസ് റേറ്റിംഗ്, ജോബ് റേറ്റിംഗ്, ഇത് മൂന്നും മെറിറ്റ് റേറ്റിംഗുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അതില് നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന എക്സ്പീരിയൻസ് റേറ്റിംഗ് എന്ന് പറഞ്ഞതാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ബാക്കി മൂന്നും മെറിറ്റ് റേറ്റിംഗിന്റെ വേറെ മൂന്ന് പേരുകളാണ്, എഫിഷ്യൻസി റേറ്റിംഗ്, സർവീസ് റേറ്റിംഗ് ആൻഡ് ജോബ് റേറ്റിംഗ്. ഓക്കെ, ഇത് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്, കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് റേറ്റിംഗ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. So it's a system used to evaluate an employee's performance and potential. It is also known as efficiency rating, service rating and job rating. So experience rating is not a term typically associated with merit rating, as it focuses more on duration and depth of experience rather than performance assessment. എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. Now, എട്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ recruitment is concerned with the process of എന്താണ് റിക്രൂട്ട്മെന്റ്? സോ ഇതിന്റെ ഉത്തരങ്ങൾ അവർ കൊടുത്തിരിക്കുന്നത് സെലക്ഷൻ ഓഫ് റൈറ്റ് കാൻഡിഡേറ്റ്, ഡെവലപ്പിംഗ് പൂൾ ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ജോബ്സ് ആൻഡ് നൺ ഓഫ് ദ അബവ് എന്നാണ്. അപ്പൊ ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന്
റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ എന്ന് തോന്നിപ്പോവാം, ഡെവലപ്പിംഗ് പൂൾ ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് എന്ന് തോന്നിപ്പോവാം, ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ജോബ് എന്നൊക്കെ തോന്നിപ്പോകാം. പക്ഷേ ഇതിന്റെ അകത്ത് ഉത്തരം വരുന്നത് ബി ആണ്. 8th ആൻസർ ബി ആണ് വരുന്നത്. ഡെവലപ്പിംഗ് പൂൾ ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് എന്നുള്ളതാണ് PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, സോ അതൊന്ന് ഓർത്തു വെക്കുക. ഇപ്പോ ഇതിന്റെ അകത്ത് നമുക്ക് ഓപ്ഷൻ എ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ഉത്തരമാവാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലായിട്ട് നമുക്ക് തോന്നും എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ. ബട്ട് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അവർ കൊടുത്തിരുന്നത് ബി ആണ്. ഡെവലപ്പിംഗ് പൂൾ ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റിക്രൂട്ട്മെന്റ് ഇസ് എ process of finding, screening and hiring qualified candidates for jobs. It's a key part of human resource management. The goal of recruitment is to find the best qualified candidate for a job opening in a timely and cost-effective manner. എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ the mechanism to identify employees' growth potentials is done through. ഒരു എംപ്ലോയിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത് ഏത് വഴിയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ അകത്ത് ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത് ജോബ് എൻറിച്ച്മെന്റ്, ജോബ് ഇവാലുവേഷൻ, ജോബ് അസസ്മെന്റ് സെന്റർ, പൊസിഷൻ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് എന്താ പറയാ, എംപ്ലോയീസിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എനിക്ക് തോന്നുന്നു ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് ജോബ് അസസ്മെന്റ് സെന്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം വരുന്നത്. There's a process that evaluates candidates for a job role by using a combination of test activities and simulations എന്നുള്ളതാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്. സോ അതൊന്ന് ഓർത്ത് വെക്കുക, ജോബ് അസസ്മെന്റ് സെന്റർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 10ാമത്തെ ചോദ്യം, ഡ്യൂറിംഗ് വിച്ച് പ്ലാൻ വാസ് ദി നാഷണൽ അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ്? ഇതും എനിക്ക് തോന്നുന്നു ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് second 5-year plan. So the National Apprenticeship Training Scheme, NATS, NATS, is a flagship program of Government of India for skilling Indian youth. It's operated under Apprentices Act 1961 and Apprenticeship Rules 1992 എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ ആ റൂളും ആക്ടും ഒന്നും നോക്കി വെക്കേണ്ട കാര്യമില്ല, ബട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് സെക്കൻഡ് 5-year പ്ലാനിലാണ് NATS, നാഷണൽ അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കാം. 11ാമത്തെ ചോദ്യം, an interview conducted at the time of an employee leaving the organization is called. ഒരു എന്താ പറയുക, ഒരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷൻ വിട്ടുപോവുകയാണ്. അപ്പൊ വിട്ടുപോകുന്ന സമയത്ത് അവന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ളതെല്ലാം വാങ്ങി പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. അതിനു മുമ്പേ ഒരു പ്രോസസ് ഉണ്ട്, ദാറ്റ് ഇസ് എക്സിറ്റ് ഇന്റർവ്യൂ. കൃത്യമായി രേഖപ്പെടുത്തണം എന്തുകൊണ്ടാണ് അവൻ ആ കമ്പനി വിട്ടുപോകുന്നത്. അവനൊരു ഒരു ഹയർ ആയിട്ടുള്ള ചിലപ്പോൾ വേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ അവന്റെ ആ ഒരു കമ്പനിയിലെ എന്താ പറയാ അറ്റ്മോസ്ഫിയർ അവന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണില്ല. സോ അതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയാം. സോ അതിന്റെ ആൻസർ അപ്പം എ ആണ്, എക്സിറ്റ് ഇന്റർവ്യൂ ആണ്. So it's conducted when an employee is leaving the organization. So its purpose is to gather feedback about the employee's experience, understanding the reasons for their departure and identify areas for improvement within the organization. So അങ്ങനെ ഒരു എക്സിറ്റ് ഇന്റർവ്യൂ നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ്, നമുക്ക് കമ്പനിക്ക് ഒരു എന്താ പറയുക, ഐഡന്റിഫൈ ദ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് വിതിൻ ദ ഓർഗനൈസേഷൻ. സോ ഒരാള് പെർമനന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഒരു എംപ്ലോയിയെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞ് അവനെ അവിടെ അപ്പോയിന്റ് ചെയ്ത് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം അവന്റെ ജോലി എടുത്തു തുടങ്ങുന്നു. കുറച്ചു കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ അത് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്ക് തന്നെയാണ് നഷ്ടം. കാരണം അവന് ട്രെയിനിങ് കൊടുത്തു, അവനെ റിക്രൂട്ട് ചെയ്യാനുള്ള ചെലവ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരൊരു എക്സിറ്റ് ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തുകൊണ്ട് അവന് ലീവ് ചെയ്ത് പോകുന്നത് എന്നുള്ളൊരു കാര്യം. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മാതൃകാ പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്ക് സ്വന്തമാക്കിയാലോ? അതിനായി ടെക് PSC അവതരിപ്പിക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ സക്സസ് ബൂസ്റ്റർ പാക്കേജ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിലും. കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കുക, ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യാം.
So അതാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയാം. Now, question number 12, that is, who has introduced the 7-point plan for taking the best interview method? So നമ്മൾ പല ആൾക്കാരും ഇന്റർവ്യൂസ് ഒക്കെ പലതും അറ്റൻഡ് ചെയ്ത് കാണും. അപ്പം ഒരു ഇന്റർവ്യൂവർ, ഓക്കെ, ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി, അവർക്ക് ഒരു സെറ്റ് ഓഫ് റൂൾസും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഇപ്പൊ ഇന്റർവ്യൂ പാനലിൽ ഒരു 4 പേര് 5 പേരുണ്ടെങ്കിൽ അവർ തമ്മിൽ കൂടിയിരുന്ന് ആലോചിച്ച് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും നമുക്കൊരു ഇന്റർവ്യൂ നടത്തുക. സോ ഒരു 7-point പ്ലാൻ ഉണ്ട് ഒരു ഇന്റർവ്യൂവർ പ്രിപ്പയർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഓക്കെ, ഇന്റർവ്യൂ നടത്തുന്നതിന് മുന്നേ. സോ ഈ 7-point പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആര് എന്നാണ് ചോദ്യം. സോ മിൽട്ടൺ എൽ ബ്ലം, ദെൻ എഫ് ഇ ബേർട്ട്, റോജർ ആൻഡ് ഫിലിപ്പോ. അങ്ങനെ 4 ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അകത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. പ്രൊഫസർ എ റോജർ ആണ്. സോ മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. So introduce the 7-point plan for improving the effectiveness of interviews. So this plan is designed to enhance the interview process by focusing on key elements such as the interviewer's attitude, the interview environment, and structured approach to interviewing. Okay. So ഒരു സ്ട്രക്ചർഡ് അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൃത്യമായിട്ട് എന്തൊക്കെ ചോദിക്കണം. സോ ആദ്യം ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങി പിന്നെ ഡീപ്പായിട്ട് ചോദിച്ചു പോകുന്നു. ഒരാൾക്ക് എത്ര ടൈം വേണ്ടി വരും, അവന്റെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം. സോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് 7-point പ്ലാൻ പറയുന്നത്. സോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് പ്രൊഫസർ എ റോജർ ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 13th. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ബന്ധമില്ലാത്ത എന്ത് എന്നാണ് ചോദ്യം. സോ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചപ്പോൾ നമ്മൾ ഒരുപാട് ടേംസ് വഴി നമ്മൾ കടന്നു പോയായിരുന്നു. സോ ജോബ് ഇവാലുവേഷൻ അതിലുള്ളതാണ്, പെർഫോമൻസ് അപ്രൈസൽ ഉള്ളതാണ്, പിന്നെ ഓപ്ഷൻ സി സെയിൽ പ്രൊമോഷൻ, ഡി ജോബ് എൻറിച്ച്മെന്റ്. സോ അതിൻ്റെ അകത്ത് ജോബ് എൻറിച്ച്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പൊ ഓപ്ഷൻ സി എന്ന് പറയുന്ന സെയിൽ പ്രൊമോഷൻ ആണ് ഇതിൻ്റെ അകത്ത് ഓഡ് 1 ആയിട്ട് വരുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ആവാത്തത്, അതുമായി ഒരു ബന്ധവും ഇല്ലാത്തത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് സെയിൽ പ്രൊമോഷൻ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. ഫോക്കസസ് ഓൺ മാനേജിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ആൻ ഓർഗനൈസേഷൻസ് വർക്ക് ഫോഴ്സ്. ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്, improve employee engagement, and foster a productive relationship between the employee and the organization. So ഇതിന്റെ അകത്ത് ഓഡ് 1 ആയിട്ട് വരുന്നത് സെയിൽസ് പ്രൊമോഷൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. Now going to the 14th question, that is performance appraisal. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഓപ്ഷൻസ് വരുന്ന മോറൽ ബൂസ്റ്റിംഗ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ജോബ് അനാലിസിസ്, ആൻഡ് ഡി നൺ ഓഫ് ദി അബവ്. ഇതിന്റെ അകത്ത് ആൻസർ കൃത്യമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, ജോബ് അനാലിസിസിനെയാണ്. നമ്മൾ പെർഫോമൻസ് അപ്രൈസലൊക്കെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. സോ അതെന്താണെന്ന് നമുക്കറിയാം. സോ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജോബ് അനാലിസിസ് ആണ്. സ്ട്രക്ചേർഡ് പ്രോസസ് ദാറ്റ് ഇവാലുവേറ്റ്സ് ആൻ എംപ്ലോയീസ് ജോബ് പെർഫോമൻസ് ആൻഡ് contribution to the company. It's a key part of company's performance management system and is usually overseen by the human resource. Okay. Now, question number 15. Which one of the following purpose is not served by performance evaluation? So, performance evaluation ആയി ബന്ധമില്ലാത്തത് എന്ത്? Which one of the following purpose is not served by performance evaluation എന്നാണ് ചോദ്യം. സോ അതിന്റെ അകത്ത് ഉത്തരം വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഓപ്ഷൻസ് കാണാം. Decision about promotions, transfers, and terminations. Centralization and decentralization of decision-making authority. Option C, identification of training and development needs. And option D, criterion against which selection and development programs are validated. ഇതിന്റെ അകത്ത് ഉത്തരം വരുന്നത് PSC കൊടുത്തിരുന്ന ഉത്തരം സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്നാണ്. ഇതിന്റെ അകത്ത് പെർഫോമൻസ് ഇവാലുവേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓപ്ഷൻ എ, സി, ഡി ഒക്കെ പറയുന്നത്. ദാറ്റ് ഈസ് ഡിസിഷൻ അബൌട്ട് promotions, transfer and terminations. Then identification of training and development needs. Then criterion against which selection and development programs are validated. So option B ആണ് നല്ലൊരു കാര്യം ഓർത്തു വെക്കുക. A, C, D നമ്മൾ ഡയറക്ട്ലി റിലേറ്റഡ് ആണ് പെർഫോമൻസ് ഇവാലുവേഷൻസുമായിട്ട്. സോ പെർഫോമൻസ് ഇവാലുവേഷൻസ് ഹെൽപ്പ് assess an employee's strength and weakness, which can inform decisions about promotions, transfers, and terminations. They also help identify training and development needs and can be used to validate the effectiveness of selection and development programs. So ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഈ പറഞ്ഞ എ, സി ആൻഡ് ഡി. അപ്പൊ ബിയിൽ പറഞ്ഞിരിക്കുന്നത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ്. അതാണ് പെർഫോമൻസ് ഇവാലുവേഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത്.
എന്താണ് centralization and decentralization? Are management decisions that determine how decision making authority is distributed within an organization. ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഉണ്ട്. സോ അവിടെ എങ്ങനെയാണ് അത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. While performance evaluations may provide data that could be used to inform these decisions, they are not primary purpose of performance evaluation. So performance evaluationsമായി ഡയറക്ട്ലി ബന്ധം സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ഇല്ല എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കാം. No. 16ാമത്തെ ചോദ്യം, the last stage in a grievance redressal procedure is handled by. ഇപ്പോൾ ഗ്രീവൻസ് റിഡ്രസൽ ഒക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഡിസ്പ്യൂട്ട്സ് ഒക്കെ കമ്പനിയിൽ ഉണ്ടാവുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യും, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിലെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ അകത്ത് ഉത്തരം വരുന്നത് വോളണ്ടറി ആർബിട്രേറ്റർ ആണ്. വോളണ്ടറി ആർബിട്രേഷൻ ഒക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്, അപ്പൊ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ലാസ്റ്റ് സ്റ്റേജ്, അതായത് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിൽ ഇപ്പൊ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റും കാര്യങ്ങളും ഒക്കെ വരും, അതിന്റെ അവസാനത്തെ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് വോളണ്ടറി ആർബിട്രേറ്റർ ആണ് എന്നുള്ളൊരു കാര്യം ഓർത്ത് നോക്കാം. So in a grievance redressal procedure, the last stage often involves a voluntary arbitrator if the grievance has not been resolved through earlier stages. So പല സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി എന്താ പറയാ ഈ പറഞ്ഞ ഡിസ്പ്യൂട്ടിന് നമുക്കൊരു ഉത്തരത്തിലോട്ട് എത്താൻ പറ്റിയില്ല. സോ അവർ നമ്മളുടെ ഡിസ്പ്യൂട്ട് അപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വോളണ്ടറി ആർബിട്രേറ്ററുടെ സഹായം തേടും. പുള്ളി അതിനൊരു തീരുമാനം ഉണ്ടാക്കും, എന്താണ് ഫൈനൽ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളൊരു കാര്യം. So the arbitrator provides a final binding decisions on the matter based on the evidence and arguments presented by both parties. ഇപ്പൊ രണ്ടുപേര് തമ്മിലായിരിക്കുമല്ലോ പ്രശ്നമുള്ളത്. സോ അവർ തമ്മിലുള്ള കാര്യങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും കേട്ടുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കുന്നത് ഈ വോളണ്ടറി ആർബിട്രേറ്റർ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കാം. Now, 17th question. The process of integrating the employees' needs is called. എംപ്ലോയീസിന്റെ ആവശ്യകത, അവരുടെയൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. സോ അതൊക്കെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതൊക്കെ അതെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു കാര്യം വരുന്നത് ഇതിന്റെ അകത്ത് ആൻസർ ആയിട്ട് PSC കൊടുത്തിരുന്നത് ഓപ്ഷൻ ബി ആണ്, കാരിയർ പ്ലാനിങ് ആണ്. ഓക്കെ, സോ കാരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് അലൈനിങ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ആൻ എംപ്ലോയീസ് കാരിയർ ആസ്പിറേഷൻസ് ആൻഡ് നീഡ്സ് വിത്ത് ദി ഓർഗനൈസേഷൻസ് ഗോൾസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. It involves helping employees set career goals, identify development needs, and plan for future career growth within the organization. So, പല എംപ്ലോയീസും എന്താ പറയാ, അവർക്ക് അവരുടെ ഒരു പൊസിഷനിൽ അവർ ആ ഒരു കമ്പനിയിൽ കയറി കാണും, പക്ഷെ ആ ഒരു പൊസിഷനിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യാൻ ആരും താല്പര്യപ്പെടില്ല. സോ അവർക്കൊരു കാരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്ന് പല എംപ്ലോയീസും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവർക്ക് ഒരു ബൂസ്റ്റപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. സോ എംപ്ലോയീസിന്റെ നീഡ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്റെ ഉത്തരം വരുന്നത് കാരിയർ പ്ലാനിങ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഈ ചോദ്യം എനിക്ക് തോന്നുന്നു വി ഹാവ് ഓൾറെഡി സീൻ ദിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സെൻട്രൽ ട്രേഡ് യൂണിയൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഒരു സെൻട്രൽ ട്രേഡ് യൂണിയൻ അല്ലാത്തത് ഏത് എന്നാണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് നേരെ ഡയറക്റ്റ് ഉത്തരത്തിലോട്ട് പോകാൻ പറ്റും. ദാറ്റ് ഈസ് ILO ആണ്. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് ILO. അപ്പൊ അത് ഇന്ത്യയിലെ ഒരു ട്രേഡ് യൂണിയൻ അല്ല എന്നുള്ളൊരു കാര്യം നമുക്കെല്ലാം അറിയാം. ILO കുറിച്ച് പറയുമ്പോൾ അത് ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം. 1919 1919 അത് നിലവിൽ വന്നത് ആസ് എ പാർട്ട് ഓഫ് ട്രീറ്റി ഓഫ് വെർസാലിസ്. ദെൻ ഇതിന്റെ അകത്തുള്ള വേറെ ഓപ്ഷൻസ് BHS, INTUC, AITUC ഒക്കെ നമുക്കറിയാം. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ് INTUC. പിന്നെ AITUC പറഞ്ഞാൽ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. സോ ഇതിന്റെ അകത്ത് ആൻസർ വരുന്നത് ILO ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കാം. നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഈ ചോദ്യം. ഐ തിങ്ക് വി ഹാവ് ഓൾറെഡി സീൻ ദിസ്. അടുത്ത ചോദ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഏത് ടൈപ്പ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ലൈൻ ഡിപ്പാർട്ട്മെന്റ് ആണോ, ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ആണോ, സ്ട്രാറ്റജിക് പ്ലാൻ ആണോ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെവലപ്മെന്റ് പ്ലാൻ ആണോ എന്നൊക്കെയാണ് ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് B ആണ്. ദാറ്റ് ഈസ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. So the human resource department is considered a functional department because it specializes in specific functions relating to managing people within the organization. Its roles includes recruitment, training, performance management, and employee relations, among others. So നമുക്കറിയാലേ, നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മെയിൻ ആയിട്ട് അവർ നോക്കുന്നത് എന്താ, അവർ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഏതൊക്കെയാണ്? റിക്രൂട്ട്മെന്റിൽ
ട്രെയിനിങ്ങിൽ, പെർഫോമൻസ് മാനേജ്മെന്റിൽ, പിന്നെ എംപ്ലോയർ റിലേഷനിൽ ബിറ്റ്വീൻ അതേഴ്സ്, എംപ്ലോയർ റിലേഷൻസ് അമംഗ് അതേഴ്സ്. സോ അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നത്. സോ അതിനെ നമുക്കൊരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ഈച്ച് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. സോ അതിനെ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമുക്ക് വിളിക്കാം. നോ അടുത്ത ചോദ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇത് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 പ്രൊവൈഡ്സ് ദ ഫോളോയിങ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മെഷീനറി ഫോർ റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്ട്സ് എക്സെപ്റ്റ്. സോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിൽ വരുന്ന ചില കാര്യങ്ങളും വരാത്ത ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും അല്ലെ. അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ, ആ പറഞ്ഞ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മെഷീനറിയിൽ ഫോർ റെസൊല്യൂഷൻ അല്ലെ ഓഫ് കോൺഫ്ലിക്ട്സ്, അതിൻ്റെ അകത്ത് വരാത്തത് ഏത് എന്നാണ് അല്ലെ. എക്സെപ്റ്റ് ഏതാണ് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ കൺസൈലിയേഷൻ, വോളണ്ടറി ആർബിട്രേഷൻ, നെഗോസിയേഷൻ, അഡ്ജൂഡിക്കേഷൻ. സോ ഇത് മൂന്നും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇതിൻ്റെ അകത്ത് വരാത്തത് നെഗോസിയേഷൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്. സോ ഇത് പഠിച്ച ഒരാളിന് മാത്രമേ ഈ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റൂ. നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെഷീനറി. സോ അതിൻ്റെ അകത്ത് 4 മേജർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെഷീനറിയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ആദ്യം കൺസൈലിയേഷൻ വരുന്നുണ്ട്, കോർട്ട് ഓഫ് ഇൻക്വയറി വരുന്നുണ്ട്, വോളണ്ടറി ആർബിട്രേഷൻ വരുന്നുണ്ട്, അഡ്ജൂഡിക്കേഷൻ വരുന്നുണ്ട്. സോ ഇതിനകത്ത് നമ്മുടെ വോളണ്ടറി ആർബിട്രേഷൻ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടാണ് അവര് ഉത്തരത്തിൽ നെഗോസിയേഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടിട്ടത്. സോ അതാണ് ഇതിൻ്റെ അകത്ത് ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് 4ഉം പഠിച്ചു വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. സോ അതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അത് കൃത്യമായി കൺസീലിയേഷൻ എന്താണ്, കോർട്ട് ഓഫ് ഇൻക്വയറി എന്താണ്, വോളണ്ടറി ആർബിട്രേഷൻ, അഡ്ജുഡിക്കേഷൻ എന്തൊക്കെയാണെന്ന് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോവാം. കൺസൈലിയേഷൻ എന്താണെന്നുള്ളത്, is a form of mediation refers to the act of making a passive and indirect effort in order to bring two conflicting parties to a compromise. See, ഒരു കമ്പനി ഉണ്ട്, അതിൻ്റെ അകത്ത് 2 ആൾക്കാർ തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. സോ അതിനെയാണ് നമ്മൾ കൺസൈലിയേഷൻ എന്ന് പറയും. So it is a practice by which the services of a neutral party are used in a dispute as means of helping the disputing parties to reduce the extent of their differences and to arrive at an amicable settlement of agreed solution. ഒരിടത്തൊരു പ്രശ്നം ഉണ്ടായി, 2 ആൾക്കാർ തമ്മിലാണ് ആ പ്രശ്നം, അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തമ്മിലാണ് ആ പ്രശ്നം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരാൾ, തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മാനേജറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സോ അവർ വന്ന് ഈ 2 പേരെയും വിളിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്തു. അതിനെയാണ് നമ്മൾ കൺസൈലിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ വേറെ കോടതി കേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു തേർഡ് പാർട്ടി, ഒരു ന്യൂട്രൽ പാർട്ടി, ഈ 2 ഡിസ്പ്യൂട്ടിംഗ് ആയിട്ടുള്ള 2 പാർട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 പേരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ആർക്കും എന്താ പറയാ കൂടുതൽ സപ്പോർട്ട് ചെയ്യാത്ത ന്യൂട്രൽ ആയി നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. ആ തേർഡ് പാർട്ടി ആയിരിക്കും മിക്കവാറും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതിനാണ് കൺസൈലിയേഷൻ എന്ന് നമ്മൾ പറയാം. ദെൻ രണ്ടാമത്തത് കോർട്ട് ഓഫ് ഇൻക്വയറി ആണ്. എന്താണ് കോർട്ട് ഓഫ് ഇൻക്വയറി? സോ കോർട്ട് എന്നൊരു വാക്ക് തന്നെ അതിലുണ്ട് അല്ലെ. ഇറ്റ് ഷുഡ് ബി ഇഫ് ദർ ഷുഡ് ബി ആൻ occurrence of the disappointment of the conciliation procedure. So conciliation നടത്തി, പക്ഷേ അതിലൊരു സൊല്യൂഷൻ നമ്മൾ എത്തിയില്ല. To settle a question, the administration can choose a court of inquiry to inquire into any matter associated with or significant to debate. The court is mandated upon to present its report inside of 6 months and may comprise of at least 1 people to be chosen by the proper one. So അതിൻ്റെ അകത്ത് കോർട്ട് ഓഫ് ഇൻക്വയറിയിലോട്ട് പോകും. നമ്മൾ കൺസൈലേഷൻ പ്രൊസീജിയർ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കോർട്ട് ഓഫ് ഇൻക്വയറിയിലോട്ട് പോകും. സോ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. 2 പേരുടെയും ഭാഗം കേട്ട് കഴിഞ്ഞിട്ട് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. എന്നിട്ട് ആ ജഡ്ജ്മെന്റിന് എന്താണ് നമ്മുടെ കോർട്ട് പറയുന്നത് അതനുസരിച്ചിട്ട് പോകും. ഇങ്ങനെ എന്താ പറയാ, ഒരു 6 months ഡ്യൂറേഷനിലൊക്കെ കാണും അതിന്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട്, അതിന്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ കോർട്ട് ഓഫ് ഇൻക്വയറി എന്ന് പറയാം. മൂന്നാമത്തത് വോളണ്ടറി ആർബിട്രേഷൻ ആണ്. സോ ഇതിന്റെ അകത്ത് എന്താണ് പറയുന്നത്? വോളണ്ടറി ആർബിട്രേറ്ററിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പല കാര്യങ്ങൾ നമ്മൾ നോക്കി, എന്നിട്ട് ഏറ്റവും അവസാനം ഒന്നും ശരിയാവില്ല എന്നുണ്ടെങ്കിൽ നേരെ വോളണ്ടറി ആർബിട്രേറ്ററുടെ സഹായം തേടും. സോ എന്താണ് വോളണ്ടറി ആർബിട്രേഷൻ? A dispute resolution method where parties agree to submit their disagreement to an arbitrator before or after going to court. So ഇവിടെ കോർട്ടിന്റെ കാര്യം, ഇവിടെ എന്തായാലും കോർട്ട് ഉണ്ടാവും. ഒന്നിൽ കോർട്ടിൽ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ കോർട്ടിൽ പോയതിനു ശേഷവും ഒരു തേർഡ് പാർട്ടിയുടെ സഹായം തേടും. സോ അതിനെയാണ് നമ്മൾ വോളണ്ടറി ആർബിട്രേഷൻ എന്ന് പറയുന്നത്. പാർട്ടീസ് ക്യാൻ എക്സ്പ്ലോർ
other options for resolving their dispute before arbitration. The arbitrator is a neutral, trained and competent third party who decides on the merits of the case. So ഈ പറഞ്ഞ പോലെ എന്താ പറയാ കേസിന്റെ കാര്യങ്ങൾ നോക്കാനും ഈ ആർബിട്രേറ്റർ ഉണ്ടാവും. അപ്പോൾ അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം നോക്കി എന്നിട്ട് ഈ ഒരു ഡിസ്പ്യൂട്ടിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ പറഞ്ഞ വോളണ്ടറി ആർബിട്രേറ്ററിന്റെ മെയിൻ ആയിട്ടുള്ള റോള്. നാലാമത്തെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് തിയറിയിലെ നാലാമത്തെ കാര്യം പറയുന്നത് അഡ്ജൂഡിക്കേഷൻ എന്നത്. ഇൻ ലേബർ ലോ, adjudication is a formal dispute resolution process that involves a government appointed legal authority. So ഇതിന്റെ അകത്തൊക്കെ ചോദ്യം വരാൻ വളരെ ചാൻസ് ഉള്ളതാണ്. ഗവൺമെന്റ് അപ്പോയിന്റഡ് ലീഗൽ അതോറിറ്റി. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എന്നാൽ ഇതുവരെ പ്രിപ്പറേഷൻ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക് PSC ഇന്റൻസീവ് ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം ഇന്ന് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ റെക്കോർഡ് ക്ലാസുകൾ, ലൈവ് ഇന്ററാക്ഷൻസ്, full syllabus based capsule notes and other study materials in PDF format. 5000-ലധികം topic wise multiple choice questions with detailed explanation. 20ഓളം PSC model mock ടെസ്റ്റുകൾ, doubt clearance and mentorship, interview guidance എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. അതും വെറും 699 എന്ന നിസ്സാരമായ പ്രൈസിൽ. എവിടെയാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. സോ അതിൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് തിയറിയിൽ അഡ്ജൂഡിക്കേഷനിലാണ് അത് വരുന്നത്. മേക്കിംഗ് എ ബൈൻഡിംഗ് സെറ്റിൽമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഇറ്റ്സ് എ ഫൈനൽ ലീഗൽ ഓപ്ഷൻ ഫോർ സെറ്റിലിംഗ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഇസ് ഡിസൈൻഡ് ടു ബി ക്വിക്കർ ആൻഡ് ചീപ്പർ ദാൻ ആർബിട്രേഷൻ. സോ ആർബിട്രേഷനേക്കാളും എന്താ പറയാ സ്പീഡായിട്ട് നമുക്ക് അതിന്റെ ഒരു ഇത് വരണം എന്നുണ്ടെങ്കിൽ അഡ്ജൂഡിക്കേഷനിലോട്ട് പോവാം. ഓക്കെ, സോ ഇത് നാലുമാണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് തിയറിയിൽ വരുന്ന കാര്യങ്ങൾ. അതൊന്ന് ഓർത്തു വെക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ 360 ഡിഗ്രി മെത്തേഡ് റിലേറ്റഡ് ടു, നമ്മൾ പഠിച്ചായിരുന്നു ക്ലാസ്സിൽ, നമ്മൾ പറഞ്ഞായിരുന്നു 360 ഡിഗ്രി മെത്തേഡ് ഒക്കെ നമ്മൾ കണ്ടുപോയതാണ്. സോ അതിനകത്ത് പെർഫോമൻസ് അപ്രൈസലിലാണ് നമ്മൾ 360 ഡിഗ്രി മെത്തേഡ് ഒക്കെ പഠിച്ചത്. സോ അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പെർഫോമൻസ് അപ്രൈസലുമായി ബന്ധപ്പെടുത്തിയതാണ് 360 ഡിഗ്രി മെത്തേഡ്. സോ അതെന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, നമ്മൾ കണ്ടതാണ് ഓൾറെഡി. സോ ഇറ്റ് ഇസ് എ ടെക്നിക് വിച്ച് ഇസ് സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് പെർഫോമൻസ് ഡേറ്റ ഓൺ ആൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് derived from a number of stakeholders like immediate supervisors, team members, customers, peers, and staff. In fact, anyone who has useful information on how an employee does a job may be one of the appraisers. The technique is highly useful in terms of broader perspective, greater self-development, and multi-source feedback is useful. So 360 degree feedback നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു ആളിന്റെ പെർഫോമൻസ് അപ്രൈസൽ നടത്തണം, അല്ലെങ്കിൽ അവന്റെ എങ്ങനെയാണ് അവന്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ അറിയണം, അവന്റെ ജോബിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ. അപ്പോൾ ഒരു എന്താ പറയുക 360 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ അവന്റെ ചുറ്റുമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. സബോർഡിനേറ്റ്സ് ഉണ്ടാവും, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, ഇമ്മീഡിയറ്റ് സുപ്പീരിയേഴ്സ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, സെൽഫ്, പിന്നെ പിയേഴ്സ്, അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. സോ അവരെ കൂടെ എന്താ പറയാ കൃത്യമായിട്ട് ചോദിക്കും എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം. സോ ആ ഒരു എംപ്ലോയിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. സോ അതിനെയാണ് നമ്മൾ 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറയാം. സോ ഇതിന്റെ അകത്ത് 360 ഡിഗ്രി മെത്തേഡ് എന്തുമായി റിലേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. പെർഫോമൻസ് അപ്രൈസലുമായി ബന്ധപ്പെട്ടതാണ് 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. നൗ ക്വസ്റ്റ്യൻ 22, ദാറ്റ് ഈസ് ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ പ്രൊഡക്ടിവിറ്റി, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഉത്തരം വരുന്നത് ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് അല്ലെ. നമ്മുടെ ഔട്ട്പുട്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ഗുഡ് ലേബർ പ്രൊഡക്ടിവിറ്റി can be defined in a number of ways. For example, a good labor productivity could be an increase in output per hour or per worker. So ഒരു വർക്കറിന് ഒരു എന്താ പറയാ അവനൊരു ടൈം ഡ്യൂറേഷനിൽ അവൻ ഇത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവന്റെ പ്രൊഡക്ടിവിറ്റി ആയിട്ട് നമ്മൾ പറയാം. അപ്പൊ അവൻ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഔട്ട്പുട്ട് അവന്റെ കൂടും. അപ്പൊ ആ ഒരു ഔട്ട്പുട്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എന്താ പറയാ ഗുഡ് ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയാൻ പറ്റും. Now, PAP ടെസ്റ്റ്, PIP ടെസ്റ്റ് സീക്സ് ടു മെഷർ. എന്താണ് PIP ടെസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ അതിനകത്ത് IQ ടെസ്റ്റ് ചെയ്യുന്നതാണോ PIP, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ആണോ, ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആണോ, പ്രിഫേർഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണോ എന്നൊക്കെയാണ് അതിന്റെ ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അകത്ത് ഉത്തരം കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. അതിന്റെ അകത്ത് നമുക്ക് PIP എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അല്ലെ. ആദ്യത്തെ P ഉണ്ട്, I ഉണ്ട്,
പിന്നെ പ്രിഫറൻസസും. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം വരുന്നത് ബി. സോ ഇറ്റ്സ് designed to assess an individual's personality traits, interests, and preferences. It helps in understanding how well a person might fit into a particular role or organizational culture based on these attributes. സോ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കും. അപ്പൊ ഈ AP ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെ മെഷർ ചെയ്യും, അവന്റെ ഇൻട്രസ്റ്റ് എന്താണ്, പ്രിഫറൻസസ് എന്താണ് എന്ന് മെഷർ ചെയ്ത് നോക്കുന്നതാണ് ഇപ്പൊ ഈ AP ടെസ്റ്റ് എന്ന് പറയാം. അടുത്ത ചോദ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതും പ്രീവിയസ് ഇയർ ഒരു ചോദ്യമാണ്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ദ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ബിൽ ഇൻ പാർലമെന്റ് ഇൻ. സോ ഏത് കൊല്ലമാണ് ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബില്ല് പാർലമെന്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചത് എന്നാണ് ചോദ്യം. സോ ഇതിന്റെ ഉത്തരം 1990 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വരുന്നത്. ഓപ്ഷൻ സി 1990. The bill aimed to promote the involvement of workers in the management and decision-making process of organizations, thereby enhancing industrial relations and improving productivity. സോ അതാണ് ആ ഒരു ബില്ലിന്റെ കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് ആ ഒരു ഇയർ ഓർത്ത് വെച്ചാൽ മതി. 1990 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 25. എന്താണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ഓഫ് മാനേജ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്? നമ്മൾ ഓൾറെഡി തിയറി പഠിച്ച സമയത്ത് കണ്ടതാണ് ഇതിന്റെ ഉത്തരം. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എൽട്ടൺ മായോ ആണ്. ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ഓഫ് മാനേജ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എൽട്ടൺ മായോ. സോ ഈസ് ആൻ ഓസ്ട്രേലിയൻ ബോൺ സൈക്കോളജിസ്റ്റ് ആൻഡ് ഓർഗനൈസേഷണൽ തിയറിസ്റ്റ് എന്നുള്ളൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. സോ എൽട്ടൺ മായോ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. Question number 26. What is the operative functions of human resource management? So പിന്നെ വന്നു നമ്മൾ മൂന്നാമതായി കണ്ട ചോദ്യം, ദാറ്റ് ഈസ് മാനേജറിയൽ അപ്രോച്ച് അല്ലെ, മാനേജറിയൽ ഫംഗ്ഷൻ, ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ, അഡ്വൈസറി ഫംഗ്ഷൻ. സോ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ് വാട്ട് ഈസ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ്. അപ്പൊ അതിൻ്റെ അകത്ത് മാനേജറിയൽ ഫംഗ്ഷൻസ് നമുക്കറിയാം, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് എന്നുള്ളൊരു കാര്യം അറിയാം. സോ അതിന്റെ അകത്ത് ഓർഡർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രൊക്യൂർമെന്റ് ആണ്. അതേ സ്ലൈഡ് തന്നെ പിന്നെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് മാനേജറിയൽ ഫംഗ്ഷൻസ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്. സോ അതിൽ വരാത്ത സാധനങ്ങൾ, ഐ മീൻ ഓപ്പറേറ്റീവിൽ വരുന്നത് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കമ്പൻസേഷൻ, മെയിൻ്റനൻസ്, ഇന്റഗ്രേഷൻ ആൻഡ് സെപ്പറേഷൻ. സോ ഇത് നാലും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് മാറി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തരത്തിലോട്ട് പോകാൻ എളുപ്പമായിരിക്കും. ബട്ട് എന്നാലും ഈ ഒരു വേർഡിങ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇതിലൊന്നും ബന്ധമില്ലാത്ത ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ള കാര്യം. The emphasis of human resource management is എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മെയിൻ ആയിട്ടുള്ള എംഫസിസ് എന്താണ്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു ടേം ഇതിൽ ഏതാണെന്നാണ്. ഡെവലപ്മെന്റ് ആണ്, പനിഷ്മെന്റ് ആണ്, പ്രൊമോഷൻ ആണ്, ഡിമോഷൻ ആണ്. അപ്പൊ ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എ ആണ്, ഡെവലപ്മെന്റ് ആണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. So is on the development of employees, and human resource management focuses on improving employee skills, competencies, and overall performance through training, career development, and other growth opportunities. The goal is to maximize employee potential and contribute to organization success. So നമ്മൾ തിയറി പഠിച്ച സമയത്ത് ഇതിനെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തത്. സോ ഇതിന്റെ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഡെവലപ്മെന്റ് ആണ്. Now question number 28. Which of the following relates to performance appraisal? So performance appraisalമായി ബന്ധപ്പെടുത്തിയത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത് ടാസ്ക് മെത്തേഡ്, പ്രൈസ് മെത്തേഡ്, MBO, ലിങ്ക് മെത്തേഡ് എന്നൊക്കെയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് MBO എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ബാക്കി ടാസ്ക് മെത്തേഡ്, പ്രൈസ് മെത്തേഡ്, ലിങ്ക് മെത്തേഡ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ബട്ട് MBO എന്താണ്? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അല്ലെ. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പെർഫോമൻസ് അപ്രൈസലിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് MBO ആണ്. The performance appraisal method where employees and managers agree on a specific objective to be achieved within a set time frame. Then performance is then evaluated based on the achievement of these objectives. See, നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന്. ഈ പറഞ്ഞ പോലെ എംപ്ലോയീസ് ആയാലും ശരി, ഈ പറഞ്ഞ എന്താ പറയാ അവരുടെ മാനേജേഴ്സ് ആയാലും ശരി, they'll sit together, right? They'll sit together and they'll discuss about the goals and all.
നമുക്ക് ഇത്ര ടൈം ഉണ്ട്, ഇത്ര അച്ചീവ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ എംപ്ലോയീസിനോട് സംസാരിച്ച് മനസ്സിലാക്കി അവർക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷനും മറ്റൊക്കെ കൊടുക്കും. സോ അതനുസരിച്ചിട്ട് ഇവരെ വാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ആ ഒരു ടൈം ലിമിറ്റിൽ അവർ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ബാക്കി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും ഇതുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ്. സോ ഓപ്ഷൻ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ്. Now, question number 29. Performance appraisal means evaluating an employee's performance relative to എന്താണ് establishing goods, fellow employees, job description, requirement, performance standards. ഇപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ അല്ലെ ചെയ്യുമ്പോൾ പെർഫോമൻസ് അല്ലെ നമ്മൾ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാണ് നമ്മുടെ ഈ പറഞ്ഞ എംപ്ലോയീസിനെ. അപ്പൊ അത് എന്തുമായി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? മീൻസ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് റിലേറ്റീവ് ടു പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് ഇതിൽ വരുന്നത്. നമ്മൾ ഒരാളിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഒരു മെഷർമെന്റ് നമുക്ക് വേണം അല്ലെ. ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂറിൽ ഇത്രമാത്രം ഔട്ട്പുട്ട് കിട്ടാം. ഇപ്പോൾ സാധാരണഗതിയിൽ ചെയ്ത് ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കിട്ടണം, ഔട്ട്പുട്ട് കിട്ടണം. സോ അങ്ങനെ കുറെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. സോ ആ സ്റ്റാൻഡേർഡ്സും ഒത്താണ് കമ്പയർ ചെയ്ത് നോക്കുന്നത്. അങ്ങനെയാണ് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. സോ അതൊന്ന് ഓർത്ത് നോക്കാം. Is a structured process for evaluating an employee's performance against predetermined job criteria. So പറഞ്ഞു പ്രീഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ജോബ് ക്രൈറ്റീരിയ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ 24 hour ടൈം അല്ലെങ്കിൽ 8 hours ടൈമിൽ അവന്റെ ഔട്ട്പുട്ട് എത്രയാണ് അല്ലെ. ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ്സും മറ്റുമൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സ്റ്റാൻഡേർഡ്സിന് ഈ പറഞ്ഞ വർക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നോക്കും. അത് വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ അവനെ പെർഫോമൻസ് അപ്രൈസൽ, അവന്റെ ജോബ് ഇവാലുവേഷൻ നമ്മൾ നടത്തും. ഇറ്റ്സ് എ കീ പാർട്ട് ഓഫ് കമ്പനീസ് പെർഫോമൻസ് management system and can also be called a performance review, development discussion or employee appraisal. So ഇതൊക്കെ അതിനെ പറയുന്ന വാക്കുകൾ തന്നെയാണ്. ദാറ്റ് ഈസ് പെർഫോമൻസ് റിവ്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഡിസ്കഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എംപ്ലോയി അപ്രൈസൽ എന്ന് നമുക്ക് പറയാം. Now moving on to question number 30, that is which of the following techniques of performance appraisal is least susceptible to personal bias? So വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പെർഫോമൻസ് അപ്രൈസലൊക്കെ നടത്തുമ്പോൾ വേണമെങ്കിൽ ഒരു മാനേജറിന് ചെന്നിട്ട് പെട്ടെന്ന് അവന്റെ മാർക്ക് കുറച്ചിട്ട് കഴിഞ്ഞിട്ട് ടോപ്പ് ലെവലിന് കൊടുക്കാം, ഹി ഈസ് നോട്ട് വർക്കിംഗ് വെൽ എന്നുള്ളൊരു കാര്യം പറയാം. സോ അതുപോലുള്ള പേഴ്സണൽ ബയാസുകൾ എന്നൊക്കെ എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് ഇതിന്റെ അകത്ത് ഓപ്ഷൻസ് കൊടുക്കുക 360 അപ്രൈസൽ സിസ്റ്റം, ഫോഴ്സ്ഡ് ചോയ്സ്, റാങ്കിങ് മെത്തേഡ്, ചെക്ക് ലിസ്റ്റ്. ഇപ്പൊ ഒന്ന് നോക്കിയാൽ 360 അപ്രൈസൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ 360 അപ്രൈസലിൽ ഇപ്പോൾ നമ്മുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളിനോട് പോയി ചോദിക്കുകയാണ് അയാൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വ്യക്തിപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾ ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാം. സോ അവിടെ ഒരു കൃത്യമായിട്ടൊരു പെർഫോമൻസ് അപ്രൈസൽ നടക്കുന്നില്ല. പിന്നെ റാങ്കിങ് മെത്തേഡ് ആയാലും ശരി, ഈ ഇവാലുവേഷൻ നടത്തുന്ന ആളിന് ആ പറഞ്ഞ എന്താ പറയാ വർക്കറിനെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് റാങ്ക് കുറച്ചിടാം. പിന്നെ ചെക്ക് ലിസ്റ്റിലായാലും ശരി നമുക്ക് റോങ് ആയിട്ടുള്ള ബോക്സ് വേണമെങ്കിൽ ടിക്ക് ചെയ്യാം. സോ അങ്ങനെയും മര്യാദയ്ക്ക് നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ നടത്താൻ പറ്റില്ല. അപ്പൊ അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു ആൻസർ ഒരു ചോദ്യമാണ് അത്. കാരണം അത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, നമുക്ക് കൺഫ്യൂസ്ഡ് ആവാനും ചാൻസ് കൂടുതലാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് അതൊന്ന് നോക്കി പോകാം. ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി കണ്ടതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് arranged in the blocks of 2 or more are given in the and the rater indicates which statement is true or false. The rater is forced to make a choice and the human resource department does actual assessment. അതിൽ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് പേഴ്സണൽ ബയാസസ് അല്ലെ. പേഴ്സണൽ ബയാസസ് ഉണ്ടാവില്ല ബിക്കോസ് ഓഫ് ഫോഴ്സ്ഡ് ചോയ്സ്. കാരണം നമുക്കൊരു 4 ഓപ്ഷൻ തന്നിരിക്കാം. 4 ഓപ്ഷനിൽ ഒരു ഉത്തരം നമ്മൾ എഴുതിയാലേ മതിയാവും. ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് മേ ബി റോങ്ലി ഫ്രെയിംഡ്. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. The question may ask the rater to forcefully, rater എന്ന് പറയുന്നത് ആ റേറ്റിംഗ് നടത്തുന്ന ആളിനെയാണ്, to forcefully choose any of the following options available. So 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. Take up challenges eagerly, always come up with new idea, leads and shows a proper direction to each of its team member, understand the problem and provides valuable alternative solutions to it.
അപ്പൊ ഇതിന്റെ അകത്ത് 4 ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും 4ഉം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ റേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഈ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്തേ മതിയാകും. സോ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേഴ്സണൽ ബയാസസ് ഒന്നും വർക്ക്ഔട്ട് ആവില്ല. ഇപ്പൊ നാല് ഓപ്ഷൻസ് നമുക്ക് കാണാം, 4ഉം പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ആയാലും ശരി 4 നെഗറ്റീവ് ഒരുമിച്ച് കൊടുക്കും. അപ്പൊ അതിന്റെ അകത്ത് ഫോഴ്സ്ഫുള്ളി പുള്ളിക്ക് ഇതിന്റെ അകത്ത് ഒരെണ്ണം സെലക്ട് ചെയ്തേ മതിയാവും. അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത ആളിന് മാത്രമേ ഈ ഓരോ ചോദ്യത്തിന്റെയും റേറ്റിംഗ് എത്രയാണെന്ന് അറിയാൻ പാടില്ല. സോ അത് വെച്ചിട്ട് പുള്ളി അവരെ വാലുവേറ്റ് ചെയ്യും. സോ പേഴ്സണൽ ബയാസസിൽ പെടാത്ത ഒരു മെത്തേഡാണ് പോസ്റ്റ് ചോയ്സ് മെത്തേഡ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് the supervisor will have to attribute any of the above categories to the performance of his or her employees. This is a difficult job and sometimes the employer is forced to make a decision which not entirely but closely relates to the behavior of his or her employee. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ ചില ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അതിന്റെ അകത്ത് അവരുടെ ജോബുമായിട്ട് ചിലപ്പോൾ ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇപ്പം ഒരു കമ്പനിക്ക് എന്താ പറയാ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ ചില ചോദ്യങ്ങൾ, ചില സെറ്റ് ഓഫ് ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും ചില എംപ്ലോയീസിന് ആപ്റ്റ് ആയിരിക്കില്ല. സോ അതൊക്കെ ഇതിന്റെ അകത്തൊരു ഫീഡ്ബാക്ക്, ഐ മീൻ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, സ്റ്റേറ്റ്മെന്റ്സ് മേ ബി റോങ്ലി ഫ്രെയിംഡ്. അപ്പൊ എല്ലാവർക്കും ഒരേ ചോദ്യങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല. Now, moving on to the next question, 31. Employee morale is related to dash എന്നാണ് ചോദ്യം. സോ ഇതിന്റെ അകത്ത് പ്രൊഡക്ടിവിറ്റി, ആറ്റിറ്റ്യൂഡ്, എംപതി, സ്കിൽസ് എന്നൊക്കെയാണ്. ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുത്തിരുന്നത് ആറ്റിറ്റ്യൂഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡുമായിട്ടാണ്. കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ പ്രൊഡക്ടിവിറ്റി ആയാലും ശരി, എംപതി ആയാലും ശരി, സ്കിൽസ് ആയാലും ശരി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിന്റെ അകത്ത് ഉത്തരം ഓപ്ഷൻ ബി ആറ്റിറ്റ്യൂഡ് ആണ്. സോ എംപ്ലോയി മൊറൈൽ റിലേറ്റ്സ് ടു attitude because it reflects the overall mood, satisfaction and enthusiasm of employees towards their work and the organization. High morale often correlates with positive attitudes which can enhance job performance and workplace harmony, while a morale can influence ഈ പറഞ്ഞ പ്രൊഡക്ടിവിറ്റി അല്ലെ ഓപ്ഷൻ എയിലെ പ്രൊഡക്ടിവിറ്റി, എംപതി ആൻഡ് സ്കിൽസ്. ഇറ്റ് ഈസ് ഫണ്ടമെന്റലി ലിങ്ക് ടു എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ്സ്. സോ ആറ്റിറ്റ്യൂഡിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ടിവിറ്റി, എംപതി, സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ആവും. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 32 പറയുന്നത് ഗ്ലാസ് സീലിംഗ് റിലേറ്റ്സ് ടു ഡാഷ് എന്നാണ്. എന്താണ് ഗ്ലാസ് സീലിംഗ്? അതിന്റെ അകത്ത് ഉത്തരം കൊടുത്തിരിക്കുന്നത് എർഗണോമിക്സ്, റിക്രൂട്ട്മെന്റ്, ജെൻഡർ ബയാസ് ആൻഡ് പ്രൊമോഷൻ. ഇതിന്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ജെൻഡർ ബയാസ് ആണ്. അപ്പോ അതിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു വ്യക്തി നടന്നൊരു സ്റ്റെയർ കേസ് കയറി വരുന്നുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടോപ്പ് ലെവൽ ഒരു മാനേജർ അവിടെ നിൽക്കുന്നുണ്ട്. ബട്ട് അവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എന്തോ ഒരു മറ അവിടെ ഉണ്ട്. ബട്ട് ഈ പുള്ളി താഴേന്ന് നടന്ന് കയറി വരുന്ന ആളിന് ഇവിടെ എത്താൻ കഴിയുന്നില്ല. അപ്പൊ എന്തോ ഒരു സംതിങ് റോങ്, എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്ലാസ് സീലിംഗ് എന്ന് പറയാം. അത് ജെൻഡർ ബയാസ് ആവും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു താഴെയുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ, മീൻ പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടാതെ, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു കാരിയർ ഗ്രോത്തിനെ ബാധിക്കുന്ന രീതിയിൽ വേറെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ. സോ അതിനെയാണ് നമ്മളൊരു ഗ്ലാസ് സീലിംഗ് എന്ന് പറയാം. നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ ഒരു വ്യക്തി നമ്മളെ ഹിൻഡർ ചെയ്യുന്നത്, ബട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ജെൻഡർ ബയാസിലായാലും ശരി അങ്ങനെ ഉണ്ടാവാം. So an invisible systematic barrier that prevents certain people from rising to senior level positions within an organization. അതിനെയാണ് നമ്മൾ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. സോ അതുമായി ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന ഒരു വാക്കുമായി അടുത്ത് നിൽക്കുന്ന ഒരു ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് ജെൻഡർ ബയാസ് ആണ്. So it refers to an invisible barrier that prevents certain groups from advancing to higher levels of leadership and management within organization despite their qualifications and achievements. It is associated with gender bias and systematic obstacles that hinder equal opportunities for career advancement. സോ ആ ഒരു ടേം ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത് പഠിച്ച ഒരാളിന് മാത്രമേ ഇതിന്റെ ഉത്തരത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റൂ. സോ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തോ ഒരു മറയാണ്. സോ ആ ഒരു മറ കാരണം നമുക്ക് ഉയർന്നു വരാൻ പറ്റില്ല, നമ്മുടെ കാരിയർ ഗ്രോത്ത് അവിടെ സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഗ്ലാസ് സീലിംഗ് എന്ന് പറയാം. ഓപ്ഷൻ നമ്പർ 33, ദാറ്റ് ഇസ് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഓർഡർ. സോ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം.
സോ നമ്മൾ ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷൻ, പെർഫോമൻസ് അപ്രൈസൽ, റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തും. ആ റിക്രൂട്ട്മെന്റ് നടത്തിയ ശേഷം പിന്നെ അവൻ എന്താ ചെയ്യുക, നമ്മൾ ട്രെയിനിങ് ചെയ്യും. സോ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ജോബ് കൊടുക്കും. ജോബ് കൊടുത്തു കഴിഞ്ഞാൽ പെർഫോമൻസ് അപ്രൈസൽ നടത്തണം, ജോബ് ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ നടത്തണം. അത് കഴിഞ്ഞിട്ട് അവന് പ്രൊമോഷൻ കൊടുക്കും, അല്ലേ? സോ അതാണ് അതിന്റെ ഓർഡർ. അതിന്റെ കൃത്യമായിട്ടുള്ള ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടെന്ന് തോന്നുന്നു, അല്ലെ? 3 റിക്രൂട്ട്മെന്റ് ആണ് 1, അല്ലെ? 1 is റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് നടത്തി കഴിഞ്ഞാൽ അവന് ട്രെയിനിങ് കൊടുക്കണം 2, so that is 4. ദെൻ അത് കഴിഞ്ഞാൽ പെർഫോമൻസ് അപ്രൈസൽ 3 ആയിട്ട് എടുക്കാം നമുക്ക്. അത് കഴിഞ്ഞാൽ ലാസ്റ്റിലെ പ്രൊമോഷൻ. ഓപ്ഷൻ എ ആണ് അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമായിട്ട് വരുന്നത്. No. On the job training method is based on. I think someone has messaged me. ഹലോ, മെസ്സേജ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ലല്ലോ അല്ലേ? Shall I continue? Okay, fine. Okay, so on the job training method, 34th question ആണ്. On the job training method is based on dash എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ക്ലാസ്സിൽ. സോ അതെന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ, ഫൈൻ. സോ ഇതിന്റെ അകത്ത് ഉത്തരം വരുന്ന ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് മെത്തേഡ്, ഇൻഫോർമൽ ട്രെയിനിങ്, ഓൾ ദ അബോവ് ആണ് ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. സോ ഓൺ ദ ജോബ് ട്രെയിനിങ് വേഴ്സസ് ഓഫ് ദ ജോബ് ട്രെയിനിങ്, അതിന്റെ ആ ഒരു ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താണ്. സോ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് തന്നെ ഉണ്ട്, അല്ലെ? നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും ട്രെയിനിങ് നടക്കുക. സോ ഓൺ ദ ജോബ് ട്രെയിനിങ് റെഫേഴ്സ് ടു എ ഫോം ഓഫ് ട്രെയിനിങ് വിച്ച് ഇസ് പ്രൊവൈഡഡ് അറ്റ് ദി വർക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദ പെർഫോമൻസ് ഓഫ് ആക്ച്വൽ ജോബ്. സോ ആക്ച്വൽ ജോബ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ട്രെയിനിങ് തരുമ്പോഴാണ് നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയാം. അതേസമയം ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താണ്? when the employees are given training outside the actual work location, such as a type of training is termed as such a type of training is termed as off the job training. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ഒരു സ്ഥലത്ത് നിന്ന്, ആ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ട്രെയിനിങ്ങിന് വേണ്ടി വിടുകയാണ്. അതിനെയാണ് നമ്മൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയാം. അതേസമയം കമ്പനിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രെയിനിങ് തരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയും. സോ ഇതിന്റെ അപ്രോച്ച് പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ്, കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ നമ്മൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇവിടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, കാരണം നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം എന്നില്ല, കാരണം നമുക്ക് അവിടെ ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കിട്ടും, കാരണം അവിടെ ഒരു ട്രെയിനിങ് നടക്കുകയാണ്, നമ്മളത് ഒരാളിന്റെ തിയറി ക്ലാസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. സോ ദെൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് അറ്റ് ദ വർക്ക് പ്ലേസ് ആയിരിക്കും, അവേ ഫ്രം ദ വർക്ക് പ്ലേസ് ആണ് ഓഫ് ദ ജോബിൽ. ദെൻ പ്രിൻസിപ്പൽ ലേണിംഗ് ബൈ പെർഫോമിംഗ്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സോ പെർഫോം ചെയ്തുകൊണ്ട് ലേൺ ചെയ്യുന്നു. ഇവിടെ ലേണിംഗ് ബൈ അക്വയറിംഗ് നോളജ്, അപ്പൊ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ് ആണ്, അപ്പൊ നോളജ് അക്വയർ ചെയ്തുകൊണ്ട് ലേൺ ചെയ്യുന്നു. പിന്നെ വർക്ക് ഡിസ്ട്രപ്ഷൻ എന്താണ് ഇവിടെ ഉണ്ടാവുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ വർക്ക് ഡിസ്ട്രപ്ഷൻ ഉണ്ട്, കാരണം വി ആർ അവേ ഫ്രം ദി പ്ലേസ്, റൈറ്റ്? Now, carried out by on the job training carried out by the experienced employees ആണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും മിക്കവാറും എന്താ പറയാ ഈ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ നമ്മളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതേസമയം ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ആയിരിക്കും തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരുന്നത്. ദെൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഎക്സ്പെൻസീവ് ആണ്, കമ്പനിയുടെ ഉള്ളിൽ തന്നെയാണ്. അതേസമയം ഓഫ് ദ ജോബ് ട്രെയിനിങ് എക്സ്പെൻസീവ് ആണ്, ബിക്കോസ് യു നീഡ് ടു സെൻഡ് യുവർ എംപ്ലോയീസ് ഔട്ട്സൈഡ് ദ കമ്പനി, റൈറ്റ്? സോ അതിന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം, അവിടെ എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കണം. സോ അത് എക്സ്പെൻസീവ് ആണ്. ദെൻ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മാനുഫാക്ചറിങ് ഫേംസ് ആണ്. ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ് കൂടുതലും സൂട്ടബിൾ ആവുന്ന നോൺ മാനുഫാക്ചറിങ് ഫേംസിലാണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 35, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്നാണ്. അപ്പൊ അതിന്റെ അകത്ത് ഉത്തരങ്ങൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ആനുവൽ ബോണസ് ആണോ, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണോ, ഓൾഡ് ഏജ് പെൻഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, കാരണം നമ്മൾ ക്ലാസ്സിൽ തിയറി ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിന്റെ ഉത്തരം വരുന്നത് സി ആണ്, ഓൾഡ് ഏജ് പെൻഷൻ ആണ്. അപ്പോൾ ഇതിന്റെ അകത്ത് ജസ്റ്റ് ഒന്ന് വായിക്കും. സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ടിപ്പിക്കലി ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് സച്ച് ആസ് ഓൾഡ് ഏജ് പെൻഷൻസ്, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ആൻഡ് ഡിസബിലിറ്റി ബെനിഫിറ്റ്സ്. സോ ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക.
ഓൾഡ് ഏജ് പെൻഷനും അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റും ഡിസബിലിറ്റി ബെനിഫിറ്റും ആണ് നമ്മളെ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റിൽ വരുന്നത് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്താണ് ആനുവൽ ബോണസസ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. സോ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സിൽ വരുന്ന 3 കാര്യങ്ങൾ ഓൾഡ് ഏജ് പെൻഷൻസ് വരും, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് വരും, ഡിസബിലിറ്റി ബെനിഫിറ്റും വരുന്നുള്ള കാര്യം ഓർത്തു വെക്കാം. Now, question number 36, human resource management is concerned with dash. അപ്പോൾ അത് വർക്കർ, മാനേജേഴ്സ്, ഫീൽഡ് സ്റ്റാഫ്, ഓൾ എംപ്ലോയീസ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആരുമായിട്ട് കൺസേൺ ആണ് എന്നുള്ള കാര്യത്തിൽ ഉത്തരം വരുന്ന ഓൾ എംപ്ലോയീസ് ആണ് ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഇപ്പൊ പറഞ്ഞ മാനേജേഴ്സ് ആയാലും ശരി, ഫീൽഡ് സ്റ്റാഫ് ആയാലും ശരി, വർക്കർ ആയാലും ശരി, എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. Is concerned with managing all employees within an organization. It encompasses various activities related to hiring, training, performance management, compensation, and employee relations for the entire workforce, including workers, managers, and field staff. So ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് വർക്കറിനെയും മാനേജറിനെയും ഫീൽഡ് സ്റ്റാഫിനെയും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്തതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കാം. Now, question number 37. Which one of the following does not include under the functions of human resource management? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ് ചോദ്യം. പ്ലാനിങ്, പ്രോഫിറ്റബിലിറ്റി, ഓർഗനൈസിങ്, റിക്രൂട്ട്മെന്റ്. അപ്പൊ ഇതിന്റെ അകത്ത് ഉത്തരം വരുന്നത് നമ്മൾ കണ്ടതാണ്, പ്ലാനിങ് ഒക്കെ നമ്മൾ കണ്ടതാണ്, ഓർഗനൈസിങ് കണ്ടതാണ്, റിക്രൂട്ട്മെന്റ് കണ്ടതാണ്. ഇതിന്റെ അകത്ത് ഉത്തരം ആയിട്ട് വരുന്നത്, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധമില്ലാത്തത് പ്രോഫിറ്റബിലിറ്റി. കാരണം ഒരിടത്തും നമ്മൾ പ്രോഫിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുന്നതിനെ കുറിച്ചോ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചോ ഒന്നും നമ്മൾ സംസാരിക്കുന്നില്ല. സോ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം വരുന്നത് പ്രോഫിറ്റബിലിറ്റി ആണ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ജസ്റ്റ് ഒരു സ്ലൈഡ് ആഡ് ചെയ്തേ ഉള്ളൂ. സോ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ട്രെയിനിങ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, പെർഫോമൻസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, compensation and benefits, employee relations, then employee engagement, diversity and inclusion, human resource planning and analysis, employee health and safety, human resource information system. So ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പറയുന്നത്. അതിൽ വരാത്തൊരു കാര്യം ഈ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. Now, providing employees with basic background information about the firm is called dash. അപ്പോൾ നമ്മൾ ഒരു റിക്രൂട്ട് ചെയ്ത് കുറെ ആൾക്കാരെ കമ്പനിയിലോട്ട് കൊണ്ടുവന്ന ശേഷം അവരോട് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറയുകയല്ല ചെയ്യുന്നത്. അതിന് മുമ്പേ ഒരു എംപ്ലോയി ഓറിയന്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ കൊടുക്കും. ആ എംപ്ലോയി ഓറിയന്റേഷന്റെ ടൈമിൽ കമ്പനിയുടെ ഹിസ്റ്ററി പറയാറുണ്ട്, കമ്പനിയുടെ ഈ പറഞ്ഞ പോലെ അതിന്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ ഒരു ടൈം ഡ്യൂറേഷനിൽ അവരുടെ ഔട്ട്പുട്ട് എന്തായിരിക്കണം. സോ അതുപോലുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ കമ്പനിയുടെ കാര്യങ്ങളും എന്താ പറയാ അവരുടെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് എംപ്ലോയി ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. സോ അത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവായിട്ട് വരുന്നത്. ഇൻവോൾവ്സ് പ്രൊവൈഡിങ് ന്യൂ ഹയർസ് വിത്ത് ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫേം, including its mission, values, policies, and procedures. So this process helps new employees understand the organization and how they fit into it. സോ കൃത്യമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനാണ് നമ്മൾ പുതിയതായിട്ട് ഹയർ ചെയ്ത എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ക്ലാസ്. അതിനെയാണ് നമ്മൾ എംപ്ലോയി ഓറിയന്റേഷൻ എന്ന് പറയുക. Question number 39. Recruitment and selection involves the following except. ഇപ്പൊ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ ഇൻക്ലൂഡ് ആവാത്തത് എന്ത്, ഓഡ് വൺ ഔട്ട് എന്താണ് എന്നാണ് ചോദിക്കുന്നത് ചോദ്യത്തില്. അപ്പൊ അതിന്റെ അകത്ത് ഓപ്ഷൻസ് വായിക്കാം. ബിൽഡിംഗ് എ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ്, completing application form by applications, reduction of the workforce, employment planning and forecasting. സോ അത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ഉത്തരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഇൻക്ലൂഡ് ആവാത്തത് റിഡക്ഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. സോ recruitment and selection focus on attracting and choosing suitable candidates for job openings, which includes building a pool of candidates, completing application forms and employment planning and forecasting, then reduction of workforce. അതാണ് നമ്മുടെ അതിൽ ഇൻക്ലൂഡ് ആവാത്തത്, റിക്രൂട്ട്മെന്റിൽ ഇൻക്ലൂഡ് ആവാത്ത സാധനം. On the other hand, involves downsizing or layoffs, which is not a part of recruitment and selection process.
ഈ പറഞ്ഞ പോലെ കമ്പനിയിൽ എന്തെങ്കിലും ലേ ഓഫ് ആണ്, അല്ലെങ്കിൽ അതിനെ നിർത്തിവെക്കുകയാണ് അതിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ എണ്ണം കുറയ്ക്കുകയാണ്. സോ അതൊക്കെ റിഡക്ഷൻ ഓഫ് വർക്ക് ഫോഴ്സ് വരുന്നത് അതാണ്. ഡൗൺ സൈസിങ് അല്ലെങ്കിൽ ലേ ഓഫിലാണ് വരുന്നത്. അത് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധമൊന്നുമില്ല. നൗ 40th question, that is objectives of training is, ട്രെയിനിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദ്യം. ഇൻക്രീസ്ഡ് മൊറൈൽ, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ഫേവറബിൾ റിയാക്ഷൻ ടു ചേഞ്ച്. ഇതെല്ലാം ട്രെയിനിങ്ങിൽ വരുന്നതാണ്. ട്രെയിനിങ്ങിൽ വരുന്നത് തന്നെയാണ് എ ബി സി എന്നുള്ള കാര്യങ്ങൾ. സോ ഓൾ ഓഫ് ദ അബവ് ആണ് അതിന്റെ ഉത്തരമായിട്ട് വരിക. സോ ട്രെയിനിങ്ങിന്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. സോ സ്കിൽ ഡെവലപ്മെന്റ് അല്ലേ, നമുക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ എംപ്ലോയി, ഇപ്പൊ പുതുതായിട്ട് വരുന്ന എംപ്ലോയി ആയാലും ശരി, ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയാലും ശരി, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ടാവും. ദെൻ നോളജ് എൻഹാൻസ്മെന്റ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, പുതിയ മാനുഫാക്ചറിങ് മെത്തേഡോ അല്ലെങ്കിൽ പുതിയൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണം. സോ അതിൻ്റെ അകത്ത് നോളജ് എൻഹാൻസ്മെന്റ് അതിൽ വരും. ദെൻ ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, boost overall job performance and productivity, then adaptation to new technology, workplace efficiency, employee development, job satisfaction, reduce supervision, then എന്താ പറയാ compliance with standards, retention. സോ ഇതെല്ലാം അതിന്റെ ഒരു എന്താ പറയാ ട്രെയിനിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. Now 41, in job evaluation the key jobs designated as ones, എന്താണ്, വിച്ച് ആർ മോർ ഇൻ നമ്പർ ഇൻ ദ ഓർഗനൈസേഷൻ, വിച്ച് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ഓഫ് ദ ഓർഗനൈസേഷൻ, വിച്ച് ആർ മോർ സെക്യൂർ, വിച്ച് ആർ മോസ്റ്റ് സെക്യൂർ. സോ എന്താണ് ജോബ് ഇവാലുവേഷനിൽ കീ ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീ ജോബ് ഇസ് ഡെസിഗ്നേറ്റഡ് ആസ് വൺസ്. എന്താണ് കീ ജോബ്സ്? അതിന്റെ ഉത്തരം വരുന്നത് ബി ആണ്, വിച്ച് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ഓഫ് ദി ഓർഗനൈസേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇതിൽ വരുന്നത്. So in job evaluation, key jobs are designated as those that are critical to the organization's success and survival. So these jobs are often evaluated with greater detail to ensure they are compensated appropriately and aligned with the organization's goals. So ഓർഗനൈസേഷന്റെ ഗോളുമായിട്ട് ഒത്തുപോകുന്ന എന്താ പറയുക കീ ആയിട്ടുള്ള അല്ലെ കീ ജോബ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക ആ ഒരു ഓർഗനൈസേഷൻ സർവൈവ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്, അതിനെയാണ് നമ്മൾ കീ ജോബ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നോ ക്വസ്റ്റ്യൻ നമ്പർ 42, ട്രെയിനിങ് കൺട്രോൾ സിസ്റ്റം ഇൻക്ലൂഡ്സ്. അപ്പൊ ട്രെയിനിങ് കൺട്രോൾ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ആനുവൽ റിവ്യൂ ഓഫ് ഇയേഴ്സ് ട്രെയിനിങ് പ്ലാൻസ്, മന്ത്ലി റിവ്യൂ ഓഫ് ബഡ്ജറ്റ് ആൻഡ് പ്ലാൻസ്, റിയൽ ടൈം റിവ്യൂ ഓഫ് സ്പെസിഫിക് പ്രോജക്ട്സ്, ഓൾ ഓഫ് ദ എബവ്. ഇതിന്റെ അകത്ത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ് ആണ്. അപ്പോൾ ഈ ട്രെയിനിങ് കൺട്രോൾ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. It involves various mechanisms to monitor, review and adjust training activities within an organization. So എങ്ങനെയാണ് നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക, റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിനിങ് ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക? ഒരു ആനുവൽ റിവ്യൂ അല്ലെ, എല്ലാ വർഷത്തിലും ഒരു ആനുവൽ റിവ്യൂ വേണമെങ്കിൽ നടത്താം. ഓഫ് ഇയേഴ്സ് ട്രെയിനിങ് പ്ലാൻസ്, ഇവാലുവേറ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് ഔട്ട്കംസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ടഡ് ഓവർ ദി ഇയർ. ഒരു ആനുവൽ റിവ്യൂ വേണമെങ്കിൽ നടത്താം, വേണമെങ്കിൽ ഒരു മന്ത്ലി റിവ്യൂ നടത്താം ഓഫ് ബഡ്ജറ്റ് ആൻഡ് പ്ലാൻസ്, റെഗുലർ മോണിറ്ററിംഗ് ഓഫ് ദ ട്രെയിനിങ് ബഡ്ജറ്റ് ആൻഡ് പ്ലാൻസ് ടു എൻഷുർ ദേ ആർ ഓൺ ട്രാക്ക് ആൻഡ് അലൈൻ വിത്ത് ദ ഓർഗനൈസേഷൻ ഗോൾസ്. അല്ലെങ്കിൽ വേണമെങ്കിൽ റിയൽ ടൈം റിവ്യൂ നടത്താം ഓഫ് സ്പെസിഫിക് പ്രോജക്ട്സ്, ഓൺഗോയിങ് അസസ്മെന്റ് ഓഫ് ട്രെയിനിങ് പ്രോജക്ട്സ് ആസ് ദേ ഹാപ്പൻ ടു മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സ്. സോ ഈ പറഞ്ഞ മൂന്ന് ഓപ്ഷൻസും ട്രെയിനിങ് കൺട്രോൾ സിസ്റ്റവുമായി റിലേറ്റ് ചെയ്തതാണ്. സോ ഇതിന്റെ ഓപ്ഷൻസ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബവ് ആണ്. അല്ലെ, ഒരു ട്രെയിനിങ് കൺട്രോൾ സിസ്റ്റത്തിൽ നമുക്ക് വേണമെങ്കിൽ ആനുവൽ റിവ്യൂ നടത്താം, മന്ത്ലി റിവ്യൂ നടത്താം, അല്ലെങ്കിൽ റിയൽ ടൈം റിവ്യൂ വേണമെങ്കിൽ നടത്താം. നൗ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കൺസിസ്റ്റ് ഓഫ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള കാര്യം. പെർഫോമൻസ് അപ്രൈസൽ, കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ട്രെയിനിങ്, ഓൾ ഓഫ് ദി എബവ്. സോ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ അതിന്റെ അകത്ത് വരുന്ന ഉത്തരങ്ങളാണ് ഈ പറഞ്ഞ പെർഫോമൻസ് അപ്രൈസൽ അതിൽ വരുന്നുണ്ട്, കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, ട്രെയിനിങ് വരുന്നുണ്ട്. സോ ഇതിന്റെ അകത്ത് ഉത്തരം വരുന്നത് ഡി, ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് അല്ലെ അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ട, മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് ആൻഡ് റിട്ടൻഷൻ, ദെൻ സക്സഷൻ ആൻഡ് പ്ലാനിങ് ആൻഡ് ടാലന്റ് മാനേജ്മെന്റ്, പോളിസി ആൻഡ് പ്രൊസീജിയർ, performance management system, then job evaluation and grading, compensation and benefit,
then employer brand communication and employee engagement. So ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ വരുന്ന കാര്യങ്ങളാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ക്ലാസ് പഠിച്ച സമയത്ത്. സോ ഇന്നത്തേക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ക്യൂട്ടായി പോവാം. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എന്നാൽ ഇതുവരെ പ്രിപ്പറേഷൻ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക് PSC ഇന്റൻസീവ് ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം ഇന്ന് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ റെക്കോർഡ് ക്ലാസുകൾ, live interactions, full syllabus based capsule notes and other study materials in PDF format. 5000-ലധികം topic wise multiple choice questions with detailed explanation. 20ഓളം PSC model mock ടെസ്റ്റുകൾ, doubt clearance and mentorship, interview guidance എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. അതും വെറും 699 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.